നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഈ പാലസ്തീനും ഇസ്രായേലും ഗാസയുമായിട്ടുള്ള ഇഷ്യൂവിൽ ലോകരാജ്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, ചില അറേബ്യൻ രാജ്യങ്ങൾ, ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതേപോലെ ഇന്ത്യ, ടു സ്റ്റേറ്റ് പോളിസി. ഇന്ത്യ ഇത് നേരത്തെ അംഗീകരിച്ചു. ഇപ്പോഴും ഈ സംഭവം ഇപ്പോഴുണ്ടാകുന്നൊന്നുമല്ല ടു സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പലസ്തീന് ചാണക്യപുരയിൽ പാലസ്തീൻ എംബസി ഉണ്ട്. ഏകദേശം 60-70 സ്റ്റാഫുകളുമുണ്ട്, അംബാസിഡറുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് UN ജനറൽ അസംബ്ലിയിൽ പാലസ്തീന്, അമേരിക്ക, അവിടുത്തെ ഓഫീഷ്യൽസിന്, അവിടുത്തെ പ്രസിഡന്റിന് പാലസ്തീൻ അതോറിറ്റി PA പാലസ്തീൻ അതോറിറ്റി അവൻ്റെ വിസ കൊടുത്തില്ല. അദ്ദേഹം ഓൺലൈനിലായിട്ട് UN ജനറൽ അസംബ്ലി പ്രസംഗിക്കുന്നു. അതേപോലെ ഓർദുഗോൻ, പല യൂറോപ്യൻ രാജ്യങ്ങൾ, അറേബ്യൻ രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ഖത്താർ, ഇവരൊക്കെ പാലസ്തീൻ അനുകൂലമായിട്ട് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇൻ ബിറ്റ്വീൻ ദ ലൈൻ ഒരാൾ പോലും ഗാസയെ അനുകൂലിക്കുന്നില്ല. ഇതിനകത്ത് അമേരിക്ക മാത്രമാണ് ടു സ്റ്റേറ്റ് പോളിസിയെ എതിർക്കുന്നത്. അപ്പം ആ ടു സ്റ്റേറ്റ് പോളിസി എതിർക്കുക മാത്രമല്ല, അമേരിക്ക പറയുന്നത് ഈ ടു സ്റ്റേറ്റ് പോളിസി അനുകൂലിക്കുന്നവർ, അപ്പം ഇപ്പോഴത്തേക്കാണ് ഈ പറയുന്നത്, അത് ബേസിക്കലി ഹമാസിന് പിന്തുണ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ രാജ്യങ്ങളൊക്കെ ടു സ്റ്റേറ്റ് പോളിസി അനുസരിച്ച് പാലസ്തീനെ അംഗീകരിച്ചാൽ എന്തായിരിക്കും ഫർദർ ഉണ്ടാകുന്നത്? ഇതൊരു ക്വസ്റ്റ്യനാണ്, ഇതൊരു ആൻസറാണ്. അത് ആൻസർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. ഇതിലൊരു കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഈ അറബ് രാജ്യങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫോർ എ ടൈം ബീങ് ടെമ്പററി ഇസ്രായേല് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ അവരുടെ ഭാഗമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ പോലീസും പട്ടാളവും പൂർണ്ണ ചുമതല ഇസ്രായേലിനായിരിക്കും. ഒന്ന് പറഞ്ഞു, മറ്റൊന്ന് പറഞ്ഞേക്കുന്ന അതിൻ്റെ ചുമതല ഇസ്രായേലിനായിരിക്കും. പക്ഷെ അവരുടെ പാർട്ടായിട്ട് അനക്സേഷൻ, അതിന് അമേരിക്കൻ പ്രസിഡന്റ് സമ്മതിക്കില്ല. അങ്ങനെ റിപ്പോർട്ട് വരുന്നു. ഇതൊക്കെ ടെമ്പററിയാണ്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം. ഈ അറബ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തത്വത്തിൽ അംഗീകരിച്ചു ഇനിയും ഗാസ വേണ്ട. ഇതാണ് ഞാനിത് തുടങ്ങിയപ്പം പറഞ്ഞത്. ഈ വാർ തുടങ്ങിയപ്പം പറഞ്ഞു ഇനിയും ഗാസ ഉണ്ടാവില്ല. അതാണ് അമേരിക്ക അത് ഏറ്റെടുക്കുകയും മറ്റുള്ള അറബ് രാജ്യങ്ങളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എക്കണോമിക്കൽ ഹബ്ബായിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഗാസ മാറ്റുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രൗണ്ട് ഒഫൻസീവിൽ അവിടെയുള്ള എല്ലാ ബിൽഡിങ്ങും ഇടിച്ചു കളയുക. എന്നിട്ട് ഇവരെല്ലാം കൂടി മൂലയ്ക്ക് കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ഇവരെ മറ്റുള്ള രാജ്യത്ത്, ഇതിനൊക്കെ ഇവർ നേരത്തെ പ്രീ പ്ലാൻഡ്, പ്രീ സ്ക്രിപ്റ്റഡ് ആണ്. ഇതൊക്കെ ഈ ഖത്തറിൽ അറ്റാക്ക് ചെയ്തു, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇസ്രായേലിയരെ അറ്റാക്ക് ചെയ്തു. ഖത്തർ പറഞ്ഞു ഞങ്ങളിപ്പോൾ തിരിച്ചടിക്കും. അവിടെ ഉച്ചകോടി നടക്കുന്നു, അത് നടക്കുന്നു, ഇന്ന് നടക്കുന്നു. അപ്പോഴൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അമേരിക്ക അറിഞ്ഞുകൊണ്ട് അത് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ ഖത്തറിനെ സമാധാനിപ്പിക്കാൻ അവർ പ്രധാനമന്ത്രിയൊക്കെ വിളിച്ച് തോളിൽ കൈയിട്ടിട്ട് വാ, ഇനി കുഴപ്പമൊന്നുമില്ല, ഇനി അടിക്കാതെ നോക്കാം. അടിക്കത്തില്ല എന്നല്ല പറയുന്നത്, ഇനി അടിക്കാതെ നോക്കാം. അതിനുശേഷം ഇന്ന് വരെ ഖത്തർ ഈ ഹമാസ് ലീഡേഴ്സ് എവിടാന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് ഖത്തറും പെട്ടുപോയത്. ഈ ഹമാസിനെ അനുകൂലിച്ച രാജ്യങ്ങളും പെട്ടുപോയത്. നിങ്ങൾ ഓർദുഗോന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു. അതായത് UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം. അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നൊരു പവറുണ്ട്, ലൈസൻസ് ടു കിൽ. അതായത് ഹമാസിനെ, ഗാസയിലുള്ളവരെ കൊന്നു കളയാനുള്ള ലൈസൻസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലൈസൻസ് ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നിടത്തോളം കാലം അവനവിടെ എവിടെ ബോംബിട്ടാലും, ഞാനീ പറയുന്നത് ഗാസയിൽ, അവർക്ക് ഇസ്രായേലിന് ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല. ഈ രാജ്യങ്ങളുടെ കരച്ചിലും തേങ്ങലും, ഈ ചില ചാനലും അൽ ജസീറ ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനൊന്നും ആക്ഷൻ ഇല്ല. ഇപ്പം ചില കാര്യങ്ങൾ, ഞാനൊരു കാര്യം, ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങൾ
ഈ അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചോട്ടെ, ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പോൾ അമേരിക്ക പാഠം പഠിപ്പിക്കുക അത് ചെയ്യുന്നു, ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു. ഞാനും ഉദ്ദേശിച്ചു ഈ ട്രംപിന്റെ ടാരിഫ് പൊളഞ്ഞു പോകും, കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ ഒറ്റക്കെട്ടായിട്ട് അവരുടെ ഈ സംഭവങ്ങൾ നടപ്പാക്കാൻ അവർ സമ്മതിക്കത്തില്ല. എനിക്കും അങ്ങനെ ഒരു അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ബാലൻസ് ചെയ്ത് പോകുമായിരിക്കും. അവസാനം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും പോയി അയാളുടെ കാലേ കയറി പിടിച്ചു. എന്നിട്ട് അമേരിക്ക പറഞ്ഞതിനേക്കാളും കൂടുതൽ ഇളവുകൾ കൊടുത്തു. അമേരിക്കൻ പ്രോഡക്റ്റുകൾ മുഴുവൻ യൂറോപ്പിൽ 0 ടാരിഫില്ല. യൂറോപ്യൻ പ്രോഡക്റ്റ് അമേരിക്കയെ വിൽക്കണമെങ്കിൽ 10% ടാരിഫ്. ഇതെല്ലാം ഞാൻ ഇന്ത്യയുടെ കാര്യത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് ഇവരൊക്കെ അമേരിക്കൻ അടിമകളാണ്. അതതിൻ്റെ കാരണം. ഇവരുടെയൊക്കെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അമേരിക്ക കൊടുക്കുന്നത്. ഉക്രൈൻ റഷ്യ വാറിനകത്ത് ഇപ്പോഴാണ് ട്രംപ് ഈ പറയുന്ന നയം മാറ്റിയത്. നയം മാറ്റിക്കഴിഞ്ഞപ്പോൾ എന്താ ആൾ പറഞ്ഞത്? സെലൻസ്കിയോട് പോയി റഷ്യയെ പോയി അടി. റഷ്യ പിടിച്ചെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് റഷ്യ ക്യാപ്ചർ ചെയ്ത സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനും പറ്റുവാണെങ്കിൽ റഷ്യയുടെ അകത്ത് കയറാൻ. അതായത് മോസ്കോ പിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. കാരണം ആ വാർ എങ്ങോട്ടാണ് പോകുന്നത്. ഇത്രയും നാളും അമേരിക്ക റെസ്ട്രിക്റ്റ് ചെയ്തേക്കുവാണ്. വെപ്പൺസ് കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അതായത് റഷ്യൻ ടെറിട്ടറിക്കകത്ത് റഷ്യൻ പട്ടാളക്കാർ ഈ മോസ്കോയുടെ ആ ഭാഗത്തോട്ട് പോകരുത്, അതിനെ സേഫ് സോണിൽ നിർത്തണം. പക്ഷെ ഇനിയും ഉണ്ടാകാൻ പോകുന്നത് മോസ്കോയിൽ കയറി അടിക്കാൻ പറയും. അപ്പൊ മോസ്കോയിൽ കയറി അടിക്കുമ്പോൾ ഈ പിച്ചും വാറിന്റെ പിച്ചങ്ങ് മാറും. കാരണം മോസ്കോയിലും ഈ ക്യാപിറ്റലും അവിടെ ഇരിക്കുന്ന പട്ടാളത്തിന്റെ മേധാവികളും, അതേപോലെ മോസ്കോയിൽ വ്ളാദിമിർ പുടിൻ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വന്ന് ബോംബ് വീഴുകയും നല്ല ക്രൂസ് മിസൈലൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ അവർ റിട്ടാലിയേറ്റ് ചെയ്ത്, അതേപോലെ എയർ സ്പേസ്, അതായത് യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങളുടെ എയർ സ്പേസിൽ വരുമ്പോഴെന്താ ട്രംപ് പറഞ്ഞ് ഷൂട്ട് ഡൗൺ അടിച്ചിടാൻ. അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ. ഇപ്പം ഞാൻ ഈ ടോപ്പിക്കിലോട്ട് വരുന്നത്, ഈ ഗാസ എന്ന് പറയുന്ന വരാനുള്ള 1-2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ഇസ്രായേലും ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് അവിടെയുള്ള ആൾക്കാർ മുഴുവനും പാലായനമാണ്, പലയിടത്തോട്ട് പോവുകയാണ്. അവർ പോയി. കാരണം അവിടെ ഇനി തിരിച്ചു വന്നാൽ അവിടെ ഒരു വീടോ ഒന്നുമില്ല, എല്ലാം നശിപ്പിച്ച് ഊരകളാണ്. കംപ്ലീറ്റ് ആയിട്ട് ആ രീതിയിലാണ് ഇത് മുഴുവനും വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇവർ മൂവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഒഫൻസീവ് വാർ നടക്കുമ്പോൾ, ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇസ്രായേലി സൈന്യത്തിനകത്ത് നഷ്ടമുണ്ട്. ഇതൊക്കെ അവർക്കറിയുക. അപ്പം എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, ഈ പറയുന്ന രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും 100% അക്സെപ്റ്റ് ചെയ്തു ഗാസ ഇസ്രായേലെ പിടിക്കട്ടെ പൂർണ്ണമായിട്ട്. അതായത് ഹമാസിന് ഫർദർ ഒരു ചാൻസും കൊടുക്കണ്ട. ഹോസ്റ്റേജസിൻ്റെ ഇഷ്യൂ ഇതോടെ തീരുക. അവർ ജീവനോടെ വന്നാ വന്നു, തന്നു, പോയാൽ കാരണം ഈ ഒഫൻസീവ് നടക്കുന്നതിന് മുമ്പ് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ഈ യൂറോപ്യൻ രാജ്യങ്ങളോടും അറബ് രാജ്യങ്ങളുമായിട്ടും ശരിക്കും സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലൊന്നും ഇസ്രായേൽ കയറി അടിക്കത്തില്ല. എത്ര ജേർണലിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത്. അൽ ജസീറ എന്തോ കരച്ചിലാകാനായിരുന്നു, എന്നിട്ടൊന്നും നടക്കുന്നില്ല. ജനസൈഡ് എന്ന് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, ഒന്നും നടക്കുന്നില്ല. അറബ് രാജ്യങ്ങൾ പൂർണ്ണമായിട്ട് അമേരിക്കയ്ക്ക് പിന്തുണ കൊടുത്തു. കാരണം എന്തുവാ? ഞാനൊരു കാര്യം നിങ്ങളോട് വീണ്ടും പറയാം, ശ്രദ്ധിച്ച് കേട്ടോളാം. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഇൻക്ലൂഡിങ് സൗദി അറേബ്യയും UAE എല്ലാവരും പോയി സൈൻ ചെയ്തതാണ് പാരീസ് ക്ലൈമറ്റ്. അതായത് ഡീകാർബണൈസേഷൻ. ഇനി മുതൽ ഫോസിൽ ഫ്യൂവൽ അതില്ലാതാക്കുക. കാരണം ട്രംപ് ഒറ്റ പ്രസ്താവനയെ പാരീസ് ക്ലൈമറ്റ് എടുത്ത് ദൂരെ കളഞ്ഞു. നിങ്ങൾ നോക്കുക, UN നടത്തിയ പ്രസംഗം, അത് ഗ്രീൻ എനർജി എന്ന് പറഞ്ഞ സ്കാമാണ്. പിന്നെ ട്രംപ് വന്ന ശേഷം നിങ്ങൾ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾ കേട്ടോ, ഗ്ലോബൽ മീഡിയ, അതെല്ലാം പോയി. ഈ പറയുന്ന അറബ് രാജ്യങ്ങളുമായിട്ടുള്ള അവരെ പിടിച്ചു നിർത്തിയേക്കുന്ന ട്രംപാണ്. ഈ പാരീസ് ക്ലൈമറ്റ് എടുത്ത് ദൂരെ കളഞ്ഞു. ഡീകാർബണൈസേഷൻ അതെടുത്ത് പുല്ല്, അത് വേണ്ടാന്ന് വെച്ചു. ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കണം, അതാണ് ഏറ്റവും നല്ല എനർജി. ഇതൊക്കെ പോയി. ഇന്ത്യക്ക് തന്നെ എത്രയോ ബില്യൺ ഇന്ത്യക്ക് നഷ്ടമുണ്ടായത്.
ഇന്ത്യൻ പ്രധാനമന്ത്രി പല ഫോറങ്ങളിൽ പോയി ഇന്ത്യയിലൊക്കെ പറയാറുണ്ട്. അതായത് ഫോസൽ ഫ്യൂലായ ഡീകാർബൺ, അതുമായിട്ട് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത്. സത്യമാണ്, സ്കോർ ചെയ്തത് ഇന്ത്യ. പക്ഷെ ഇതുകൊണ്ട് എന്ത് ചേഞ്ചാ ഉണ്ടാകാൻ പോകുന്നു? ഒരു പുല്ലുമില്ല. അതാണ് ഞാൻ ഈ പറയുന്നത്. അമേരിക്ക ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ അതായിരിക്കും ലോക രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന പാലസ്റ്റീൻ, അതായത് PA പാലസ്റ്റീൻ അതോറിറ്റി, വെസ്റ്റ് ബാങ്ക്, അതിലൊക്കെ ആയുസ് എന്ന് പറയുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ 3 വർഷമോ 4 വർഷം കൊടുക്കും. കാരണം ഫുൾ അതോറിറ്റി കൊടുക്കുന്നില്ല. അതിൻ്റെ അകത്ത് ലോ ആൻഡ് ഓർഡർ. കാരണം അവർക്ക് കറൻസി ഇല്ല, അവർക്ക് വെള്ളമില്ല, അവർക്ക് ഇലക്ട്രിസിറ്റി ഇല്ല. ഇതെല്ലാം ഇസ്രായേലിൽ നിന്ന് പോകും. ഞാൻ ഈ പറയുന്നതിൻ്റെ സംഭവം പിടിക്കട്ടെ. ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല. അവർക്കൊരു പോലീസ് പോലും ഇല്ല ലോക്കലായിട്ട്. അവർക്ക് ഒന്നുമില്ല, കറൻസി പോലും ഇല്ല. അപ്പം ഇസ്രായേലിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ടാണ് ആ രാജ്യത്തിൻ്റെ ഈ ലോക്കൽ എക്കോണമി എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. UN ഉണ്ട്. അത് മനസ്സിലാക്കുക. യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത് വെറും ഒരു നോക്കുകുത്തിയാക്കി. അതല്ലേ ട്രംപ് പറഞ്ഞത്. അതായത് അവിടുത്തെ അങ്ങോട്ട് കയറാൻ നേരത്ത് ഇത്രയും പണം വാങ്ങുന്നേ, അവരുടെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ടെലിപ്രോംപ്റ്റർ വർക്ക് ചെയ്യുന്നില്ല. ഇതേപോലൊരു നാണം കെട്ട സംഭവം യുണൈറ്റഡ് നേഷൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഗ്ലോബലായിട്ട് ഇത്രയും ഫണ്ട് മേടിക്കുന്ന ഒരു ഓർഗനൈസേഷന് നാണം കെട്ടുപോകില്ലേ? അത് അമേരിക്കൻ പ്രസിഡന്റ് വന്ന സമയത്ത് അയാൾ തന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ഇത് ഇത്രയും പണം മേടിച്ചിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന്. യുണൈറ്റഡ് നേഷൻ സെക്രട്ടറി ജനറൽ വല്ലതും ഒരു പവറും ഇല്ല. അതാണ് ഞാൻ പറയാം, അമേരിക്ക എന്ത് തീരുമാനിക്കും അത് ലോകം മുഴുവനും ഫോളോ ചെയ്യുന്നു. ഈ കാര്യം കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കൻ ബന്ധത്തെപ്പറ്റി ഞാൻ പറഞ്ഞത്. അതായത് പ്രോപ്പറായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് മോദിക്ക് ഇത് ഫീഡ് ചെയ്ത് കൊടുക്കാൻ ആളുണ്ടായില്ല. അതേ എൻ്റെ തോന്നൽ. അല്ലെങ്കിൽ ഈ ട്രംപിനെ അമേരിക്കൻ പിണക്കി കഴിഞ്ഞ് ഇന്ത്യക്ക് എങ്ങനെ പിടിച്ചിരിക്കാൻ സാധിക്കും? യൂറോപ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ ഒറ്റക്കെട്ടായിട്ട് എന്തൊരു പുല്ലും നടന്നിട്ടില്ല. അവരും അമേരിക്കൻ നടന്ന ട്രേഡ് എത്ര 700 ബില്യൺ 780 ബില്യൺ അവരെ കൊണ്ട് സാധിച്ചില്ല. ലോകത്തേതെങ്കിലും രാജ്യങ്ങൾ അവരെ ചലഞ്ച് ചെയ്ത് പിടിച്ചിരിക്കാൻ സാധിക്കും. ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഇസ്രായേലിൻ്റെ അവർക്ക് കൊടുക്കുന്ന ലൈസൻസ് ടു കില്ലാണ്. കൊന്ന് തള്ളിക്കോ, ഞാൻ പുറകിലുണ്ട്, വെപ്പൺസും തരാം, അതും തരാം, ഇതും തരാം. അതായത് ഗാസ ഇല്ലാതായി. അതാണ് അൾട്ടിമേറ്റായിട്ട് പറയുന്നത്. അതിനുവേണ്ടി ആൾക്കാരുടെ മുമ്പിൽ കണ്ണി പൊടിയിടാൻ ഉണ്ടാക്കിയ സംഭവമാണ് ഈ പാലസ്തീൻ. ഓക്കെ, 2 സ്റ്റേറ്റ്. ചില രാജ്യങ്ങൾ അത് സപ്പോർട്ട് ചെയ്തു, പക്ഷെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതാണ് അമേരിക്കൻ ഡിപ്ലോമസി. മനസ്സിലാക്കണം ആദ്യം. അപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും അവർ ഇസ്രായേലും തമ്മിലുള്ള ബന്ധം. അതിൻ്റെ പേരിലാണ് ഈ നടക്കുന്നത്. ബാക്കിയെല്ലാം ഡ്രാമയാണ്. സ്പെയിൻ പറയുന്നു അവർ FIFA വേൾഡ് കപ്പിൽ കളിക്കില്ല, അത് കളിക്കില്ല, ഇത് കളിക്കില്ല. ഇപ്പോൾ സ്പെയിൻ കളിച്ചില്ല. മനസ്സിലാക്കുക, സ്പെയിനിന് അമേരിക്കയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം ഈ ഇസ്രായേലിൻ്റെ പേരിൽ. അല്ലാതെ ഈ സ്പെയിൻ എന്ന് പറഞ്ഞൊരു രാജ്യം, അവിടെ ഈ മുസ്ലിങ്ങളെ പോലും അവിടെ ജോലിക്കെടുക്കാത്ത രാജ്യമാണ്. അവർക്കെന്തോട് പാലസ്തീൻ സംഭവമാണ്. പല രാജ്യങ്ങളിൽ കപടതയായി പറയുന്നതൊക്കെ ഇത് പബ്ലിക്കിന്റെ മുമ്പിലും മീഡിയയുടെ മുമ്പിലൊക്കെ പറയുന്നുണ്ട്. സ്പെയിൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരെ ഒന്നും സ്പെയിൻ റെഫ്യൂജി ആയിട്ട് അക്സെപ്റ്റ് പോലും ചെയ്തിട്ടില്ലല്ലോ. അവരെല്ലാം തളിദൂരെ കളഞ്ഞല്ലോ. അവരതിന് ശേഷം സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. അതുപോലെ ലാറ്റിൻ അമേരിക്ക കാത്തലിക് രാജ്യങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നല്ലോ ജോലിക്കായിട്ട്, ലേബറായിട്ട്. ഇതാണ് സ്പെയിൻ. ആ സ്പെയിൻ ഈ പാലസ്തീനെ പറ്റി പറയുന്നത് നമുക്ക് ഇത് അറിയാവുന്നവരെ ചിരിച്ചു പോകും. ബേസിക്കലി ഇതാണ് പല രാജ്യങ്ങളും പറയുന്നത്. ഇതിനകത്ത് ഡെപ്ത് ഒന്നുമില്ല. ഈ പബ്ലിക്കായിട്ട് പറയുന്നൊരു കാര്യം പുറകിൽ കൂടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതാണ് ഈ ഖത്തറിൻ്റെ സംഭവത്തിലുണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞ അമേരിക്ക അറിഞ്ഞ് ചെയ്തതാണ്. ഇനി അമേരിക്ക ഇപ്പോഴും വാക്ക് കൊടുത്തിട്ടില്ല. ഇനി ഞങ്ങൾ ഉണ്ടാകാതെ നോക്കാം. ഞാൻ പറഞ്ഞു ഇതാണ് ഈ സംഭവം. ഇത് മനസ്സിലാക്കുക. അല്ലാതെ ഇസ്രായേൽ തന്നെയായിരിക്കും അൾട്ടിമേറ്റ് വിന്നർ എന്ന് പറയുന്നത് ഇതിനകത്ത്. കാരണം അതിന് താമസമില്ല, ഗാസ മുഴുവൻ ഒരു പിടിച്ചെടുക്കും.
എന്താണ് ഈ സിറിയൻ പ്രസിഡന്റ് അൽ സഹാറ, പഴയ അൽ ജൊലാൽ ഭീകരൻ, അയാൾ തൽക്കാലം ഇസ്രായേലുമായിട്ട് പക്ഷേ മറ്റുള്ള ബന്ധങ്ങളെല്ലാം ആകാം. എല്ലാ അറബ് രാജ്യങ്ങളും, ഞാൻ വീണ്ടും എബ്രഹാം അക്കോർഡിൻ്റെ കാര്യം തന്നെ വരാം. ഈ ഖത്തർ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് ബയലാറ്ററൽ റിലേഷൻഷിപ്പിൽ വരും, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ വരും. അത് അമേരിക്കൻ ട്രംപ് പ്രോമിസ് ചെയ്തേക്കുവാണ് ഇസ്രായേലിന്. അതോടെ ഈ സംഭവങ്ങൾ മുഴുവനും അങ്ങ് മാറുക. അതിൻ്റെ ഭാഗമാണ് ലെബനൻ, സിറിയ, മറ്റുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ ഒരു സ്ലേവിനെ പോലെ ആക്കി മാറ്റിയവർ. അതിന് മീഡിയേറ്ററായിട്ട് നിന്ന് ആരാണ്? മിഡിൽ ഈസ്റ്റുള്ള സൗദി അറേബ്യയും UAE. എന്താണ് UAE ഉച്ചകോടി സൗദി അറേബ്യ പിൻവാങ്ങി. അതായത് നാറ്റോ ഗീറ്റോ പോലെ സംഭവം നമുക്ക് വേണ്ട, കാരണം നടക്കുന്ന കാര്യമില്ല, ചിന്തിക്കുന്നതിനപ്പുറത്തായി സംഭവം ഇതേ ഉള്ളൂ. അല്ലാതെ ചില പത്രങ്ങളിലൊക്കെ വരുന്നു, ചില മീഡിയയിൽ ഈജിപ്റ്റ് ഇപ്പോൾ ആക്രമിക്കും. ഈജിപ്റ്റ് എന്ന് പറയുന്ന അതിഭയങ്കരമായിട്ട് ഇഷ്യൂ നേരിടുന്ന രാജ്യമാണ് അവരുടെ സ്വന്തം രാജ്യത്ത്, കാരണം ഇസ്ലാമിക് ടെറർ. അതേപോലെ ഉറുദുഗോൺ എന്ന് പറയുന്ന കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ്. ഏത് സമയത്തും അവിടെ പ്രശ്നമുണ്ടായി അത് തീരാനുള്ള സാധ്യതയുണ്ട്. കാരണം കാരണം അവിടെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, ഈ പറയുന്ന ടർക്കിയിൽ. ഇതാണ് ഇതിൻ്റെ കാര്യം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന മീഡിയ വരുന്ന റിപ്പോർട്ട് ഇപ്പോൾ ഈജിപ്റ്റ് അടിക്കും, ഇപ്പോൾ ഉറുദുഗോൻ അടി, ഇതൊന്നും നടക്കത്തൊന്നുമില്ല. ഈ ഉറുദുഗോൻ എന്ന് പറയുന്നയാളും ഈ ടർക്കി എന്ന് പറയുന്ന നാറ്റോ മെമ്പറാണ്, മറ്റൊരു അമേരിക്കൻ സ്ലേവാണ്. ഉറുദുഗോന്റെ ഡിമാൻഡ് എന്തുവാ? അമേരിക്ക ചെയ്തിരിക്കുന്ന പല ഇമ്പോസ് ചെയ്യുന്ന F-35 പല വെപ്പൺസ്, അമേരിക്ക ഉദ്ദേശിച്ചിരിക്കുന്ന പല ഈ ടർക്കീസിനോട് ട്രാവൽ ബാൻ, ഇതൊക്കെ മാറ്റിക്കൊടുക്കണം. അല്ലാതെ അയാൾക്ക് പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. അയാൾ ഈ പറയുന്ന ഇസ്ലാമിക ലോകങ്ങളുടെ ഗോഡ് ഫാദർ ആകാൻ ഈ പറച്ചിലേ ഉള്ളൂ. അയാൾ പക്ക നല്ല കച്ചവടക്കാരന്, അയാൾക്കറിയാം അയാൾക്ക് പ്രായമായത്, അയാളും തീരാൻ പോവുക. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അല്ലാതെ ഇവിടുത്തെ പല മീഡിയയും യൂട്യൂബും പറയുന്ന ഒരു അടിസ്ഥാനപരമായ തെറ്റ. അതായത് അമേരിക്കയുടെ ഫുൾ പിന്തുണയോടുകൂടിയാണ് ഇസ്രായേൽ ഇത് ചെയ്യുന്നത്. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളെല്ലാം അമേരിക്ക പറയുന്നതേ കേൾക്കുകയുള്ളൂ, വേറും ഒന്നും നടക്കത്തില്ല അവിടെ. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് യാതൊരു കൂസലുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബാക്കിയൊക്കെ നടക്കുന്ന പബ്ലിക്കിന്റെ മുന്നിൽ നടക്കുന്ന ഡ്രാമ മാത്രമാണ്. അൾട്ടിമേറ്റ്ലി അമേരിക്ക തീരുമാനിക്കുന്ന അവരത് നടത്തും. അതാണ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ പ്രാധാന്യം.